തന്നെ പാടിയിരിക്കുന്ന പാട്ടാ അത്. അത് ഓരോ സ്ഥലത്തും അവരുടെ നാഷണൽ ആന്തം സോങ് ഉണ്ടല്ലോ അത് നന്നായിട്ടുണ്ട് അത് അല്ലെ. അത് പക്ഷെ ഞാൻ ചെറിയ കുട്ടിയുടെ സൗണ്ട് ഞാൻ ചെറിയ ഇതിൽ കുട്ടി പാടിയതായിരിക്കും എന്ന് വിചാരിച്ചു. നോക്കുമ്പോഴല്ല അറിഞ്ഞത് അത് അനജേഷിന്റെ വോയിസ് തന്നെയാണത്. സ്ഥലം മാറണം. അപ്പോൾ ഇനി എന്നാണ് ഭാരതത്തിന്റെ ദേശീയ ഗാനം ഇടുന്നത് അജേഷ് ചേട്ടാ ചോദിക്കുന്നുണ്ട്. അജേഷ് ചേട്ടന്റെ നാഷണൽ ആന്തം സ്വന്തം രാജ്യത്തിന്റെ മാത്രം ഇടാത്തത് എന്താണെന്ന് ചോദിക്കുന്നുണ്ട്. അതെ ഗംഗാന്റെ വീണ ഞാൻ സബ് ചെയ്തിട്ടുണ്ട്. അല്ല അയ്യോ ഗംഗാന്റെ വീണൽ ഇതാണ്. അവരെന്തിനാ സബ് ചെയ്തത്? അവരൊന്നും ചാനലൊന്നും തുടങ്ങാൻ പോകുന്നില്ല ചേച്ചോ. നിങ്ങൾ ചെയ്തിട്ടുണ്ടാവും. നിങ്ങൾ എന്തിനാ അവരൊന്നും ഇട്ടിട്ടില്ലല്ലോ. അവര് വീഡിയോസോ ഒന്നും ഇട്ട് അവര് ചാനലല്ല അവര് ചെയ്താ ശരി. അവര് ചെയ്തു സബ് ചെയ്തുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. സബ് ചെയ്തതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. ഭാവി ചാനൽ ആക്കാൻ പറ്റും അത്ര തന്നെ. ചെയ്തതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. പിൻവലിക്കേണ്ട ആവശ്യമില്ല. അത് തന്നെ അതെ. ഞാൻ ജസ്റ്റ് ഒന്ന് നോക്കാൻ വന്നതാ. ആണോ അജേഷേ? അപ്പൊ അജേഷിനൊക്കെ കൂട്ടാക്കിയിട്ടുണ്ട് കേട്ടോ. പിൻവലിക്കൊന്നും വേണ്ട. മോളെ അത് എല്ലാവർക്കും അറിയാവുന്നത് കൊണ്ടാണ് പാടാത്തത്. അതെ നിങ്ങൾ കേൾക്കാത്തതാണോ ഞാൻ പാടിയിട്ടേക്കുന്നത്. അതെ ശരിക്കുള്ള സ്ഥലം എത്തി. അപ്പോൾ ഭാരതത്തിന്റെ ദേശീയ ഗാനം കൂടി വേണം അജേഷ് ചേട്ടാ എന്ന് പറയുന്നുണ്ട്. അതെ മറ്റുള്ളതൊക്കെ ഇടുമ്പോ നമ്മുടെ ഭാരതത്തിന്റെ ഇടണം അല്ലെ. ഞാൻ അതാ വിചാരിച്ചത്. അപ്പൊ തിരിച്ചു വന്നാലോ എനിക്കും അയാളെ കൂടി കിട്ടുമല്ലോ എന്ന് പറഞ്ഞു. അല്ല നിങ്ങൾ അതിനെ കൂട്ടാക്കി ഉണ്ടാവുമല്ലോ. ഗംഗ എങ്കിലും വേണം. എന്താ ഒരു പാട്ട് അത് ഇനിയൊക്കെ അത് ഇനി ഇട്ടാൽ എല്ലാവരും ചോദിക്കാം സ്വന്തം രാജ്യത്തിന്റെ ആദ്യം ഇടാഞ്ഞത് എന്തെന്ന്. അത് തന്നെ. അപ്പൊ നെക്സ്റ്റ് വീഡിയോ ഭാരതത്തിന്റെ ആക്കണം. അതന്നെ കറക്റ്റ്. അപ്പൊ ഞാൻ ഇടാൻ കേട്ടോ എന്ന് പറയുന്നുണ്ട്. ഇല്ല പറഞ്ഞു ഡിജു. ഡിജു എന്താ ഇല്ല പറയുന്നത്? അങ്ങനെ ചോദിക്കില്ല പറയുന്നുണ്ട്. ചോദിക്കില്ല പറയുന്നുണ്ട്. എല്ലാം എനിക്ക് കൂട്ടാക്കിയിട്ടില്ല പറയുന്നു. കുറച്ചുകൂടെ ഉറക്കെ പറയൂ. ചെറിയ എന്തൊരു ഇതുണ്ട്. കാണുന്നുണ്ട് ഒരു സ്റ്റെപ്പ്. മോളെ ആസ് പെർ യുവർ റിക്വസ്റ്റ് നെക്സ്റ്റ് ഇന്ത്യ ആണ് കേട്ടോ പറയുന്നുണ്ട്. അതെ എവിടെ പോയി സ്നാക്സ് അങ്കിൾ? അയ്യോ സ്നാക്സ് അങ്കിൾ അവിയൽ ഉണ്ടാക്കാൻ പോയി. അവിയൽ ഇപ്പൊ കാണുന്നുണ്ട്. ക്ലിയറാ. രാജകുമാരന്റെ സൗണ്ട് ക്ലിയർ അല്ല. അതാണ് ഞാൻ പറഞ്ഞത്. എനിക്ക് മനസ്സിലാവുന്നേ ഉണ്ടായിരുന്നില്ല പറയുന്നത്. അതെനിക്കൊന്നും അപ്പൊ ആ സമയത്ത് ഇഷ്യൂ ഉണ്ടായിരുന്നു. അതുകൊണ്ടായിരിക്കും. കേൾക്കുന്നുണ്ട്. ഇപ്പൊ നല്ല കേൾക്കുന്നുണ്ട്. ഇപ്പൊ നല്ല കേൾക്കുന്നുണ്ട്. കൂടി സൗണ്ട് കുഴപ്പമില്ല. ഇത്രയൊക്കെ കേൾക്കണം. പിന്നെ അല്ലെങ്കിൽ എനിക്ക് പിന്നെ ചെവി കേൾക്കാതെ പ്രശ്നം വരും. ഇനി അത് പാടി വീഡിയോ സെറ്റ് ആക്കണം പറയുന്നുണ്ട്. അതെ അതും കൂടി പാടിയിട്ടോ അജീഷ. അല്ലെ അതും കൂടി പാട്. അത് നമ്മുടെ ഇന്ത്യയിൽ എന്തായാലും വേണം. പിന്നെ ഒരു വശത്ത് ഒരു യക്ഷിയെ കണ്ടു. ഇപ്പൊ ഓക്കേന്ന് പറയുന്നുണ്ട്. ലിജോ വർഗീസ് ഇപ്പൊ ഓക്കേന്ന് പറയുന്നുണ്ട്. അല്ല അത് ആദ്യമായിട്ടാണ്. അല്ല നേരത്തെ വേറെ